വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഒരു സ്തോത്രം പറഞ്ഞേ. ആവർത്തന പുസ്തകം 4:29. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചും ഞാൻ യോർദാൻ കടക്കയില്ലെന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു. 4:29. എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. യിരെമ്യാവ് 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്കറിയാം, ഇത് വിശ്വാസത്തിന്റെ ലേഖനമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്തതുമാണ്. വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം സാധാരണക്കാരാണ്. പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഗുണം എന്ന് പറയുന്നത്, അവരുടെ അകത്തെന്തുണ്ടായിരുന്നു? അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്തുവാണ് വിശ്വാസം? എന്തായിരുന്നു വിശ്വാസം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, പല കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. ചിലരോട് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് എല്ലാം വിശ്വാസമാണെന്ന് പറയും, എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണെന്ന് പറയും, എല്ലാ കാര്യങ്ങളും എനിക്ക് വിശ്വാസമാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെയും കൊടുക്കും, അവിടെയും കൊടുക്കും, അവിടെ പോകും, ഇവിടെയും പോകും, എല്ലാം എനിക്ക് വിശ്വാസമാണെന്ന് പറയും. ഭയങ്കര നല്ല ആൾക്കാരെന്നാണ് നമ്മുടെ വിചാരം. അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ചിലർ വന്നാൽ എൻ്റെ അടുത്ത് പറയും, ബ്രദറെ എനിക്ക് ക്രിസ്തീയ വിശ്വാസമുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, അതിൽ വിശ്വാസമുണ്ട്, ഇതിൽ വിശ്വാസമുണ്ട്. ഇതൊക്കെ നല്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നല്ല പുള്ളിയാന്ന് വിചാരിക്കും. അങ്ങനെ എന്തിലെങ്കിലുമുള്ള വിശ്വാസമല്ല വിശ്വാസം. കാര്യം സാധിക്കുവാൻ വേണ്ടി ഉള്ള വിശ്വാസമല്ല ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. താൻ വിശ്വസിക്കുന്ന ഇതിനകത്ത് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവർ വിശ്വസിച്ച ദൈവം ആരെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. പിടികിട്ടുന്നുണ്ടോ? ദൈവം ആരെന്നുള്ള വ്യക്തമായ ധാരണയിലാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് അവിടെ വിശ്വാസമുണ്ട്, ഇവിടെ വിശ്വാസം, ആ വിശ്വാസമല്ല. പാസ്റ്റർമാരുടെ വിശ്വാസമായിരിക്കും, സഭയെ വിശ്വാസമായിരിക്കും. എനിക്ക് അവിടെ പോയാൽ വിടുതൽ കിട്ടുമെന്ന് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് അത്ഭുതം കിട്ടുമെന്ന് വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഈ വിശ്വാസം പറയുന്നത് ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് ചോദിച്ചാൽ ദൈവം ആരെന്ന് വല്ല പിടിയോ ഉണ്ടോ എന്ന് ചോദിച്ചു.
എനിക്ക് അത്ഭുതത്തിൽ ഭയങ്കര വിശ്വാസം, എനിക്ക് രോഗശാന്തിയിൽ വിശ്വാസം, പ്രവചനത്തിൽ വിശ്വാസം, വിടുതലിൽ വിശ്വാസം, പരിശുദ്ധാത്മാവിൽ വിശ്വാസം. ഇങ്ങനെ പലതരത്തിലുള്ള ആ വിശ്വാസങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ ഇവിടെ വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ലൈഫിനകത്ത് ഉയർച്ചകളും താഴ്ചകളും കഷ്ടതകളും പ്രതികൂലങ്ങളും ഇതൊക്കെ വരാം, നിന്ദകൾ വരാം, ഇടർച്ചകൾ വരാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരാം, കടബാധ്യതകൾ വരാം, രോഗങ്ങൾ വരാം. ഇതൊന്നും വിശ്വാസത്തിലായതുകൊണ്ട് ഇതൊന്നും വരില്ല എന്നല്ല. ഇതെല്ലാം സംഭവിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്കൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഹല്ലേലൂയ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് എൻ്റെ ദൈവം എന്നെ നിശ്ചയമായും വിടുവിക്കുമെന്ന്, ഞാൻ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഈ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്, ഞാൻ ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ഈ ദൈവം അതിനകത്ത് നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമെന്നും, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിന്റെ അപ്പുറത്തെ ഒരു വിശ്വാസം, ഈ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രതിഫലം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കരമടിച്ച് നല്ല കർത്താവിനെ ശക്തിയോടെ ആത്മനിറവിലൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞൊരു കാര്യമാണ്, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ വണങ്ങുന്നുവെങ്കിൽ അവനെ വണങ്ങൂ, ഞാൻ സ്തുതിക്കുന്നുവെങ്കിൽ അവനേ മഹത്വമുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് കഷ്ടതകൾ വന്നാലും, എന്ത് ഞെരുക്കങ്ങൾ വന്നാലും, എന്ത് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നാലും, ഹല്ലേലൂയ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആണ്ടുപോയാലും ഹല്ലേലൂയ, എനിക്കൊറ്റ വിശ്വാസമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് പരിശോധനകൾ വരുന്നത്. ഇതിനകത്ത് വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ പറയുമ്പോൾ അവരെല്ലാം സുഖത്തോടെ, എന്നും അവർക്ക് നന്മ, എന്നും അവർക്ക് അനുഗ്രഹത്തിലൂടെ പോയി എന്നല്ല പറയുന്നേ. അവർ വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി. പറഞ്ഞ തീയുടെ ബലം കെട്ടുപോകും. നിന്റെ അകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് വേറെ വ്യാപരിക്കുന്ന തീയുടെ ബലം കെട്ട് പോകും. നിനക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന തീയുടെ ബലം കെട്ടുപോകും. യെസ്, ഹല്ലേലൂയ. നിനക്ക് വിരുദ്ധമായി വരുന്ന പ്രതികൂലങ്ങൾ കെട്ടുപോകുന്നത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഡിക്ലറേഷൻ, നീ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ ഹല്ലേലൂയ സ്വർഗം ചാഞ്ഞിറങ്ങി വരും. നീ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ, നീ വിശ്വസിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം നിമിത്തം ഹല്ലേലൂയ നിനക്ക് നന്മകൾ വെളിപ്പെട്ടു വരും, അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരും. കാരണം നിന്റെ ആശ്രയം, വചനം പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയം വെച്ചാൽ ഹല്ലേലൂയ നിനക്ക് വെളിപ്പെടേണ്ട നന്മകളെ മുടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലേലും എനിക്കൊറ്റ ദൈവമേ ഉള്ളൂ. ഒരു സ്വത്രം പറഞ്ഞേ.
നിന്റെ മുമ്പിൽ പിശാച് വെച്ച് നീട്ടുന്ന ഓരോ നന്മകൾ, നീ വിശ്വാസത്തെ തള്ളിപ്പറ. നീ ക്രിസ്ത്യാനി അല്ലെന്ന് പറ. നീ ഇന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി, അല്ലെ ഇന്ന വീട് കിട്ടാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടാൻ വേണ്ടി, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ജസ്റ്റ് നിന്റെ സർട്ടിഫിക്കറ്റ് മാറ്റ്, നിന്റെ അഡ്രസ്സ് മാറ്റ്, നിന്റെ പേര് മാറ്റ്, ഒരാഴ്ച ഇന്നടുത്ത് ഇന്നടുത്ത് പോകുന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, അതിനൊക്കെ വേണ്ടി ഹല്ലേലൂയ ഈ ലോകത്തിൽ ലഭിക്കുന്ന താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി നീ യേശുവിനെ തള്ളിപ്പറയരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ വചനം പറഞ്ഞ 11:1 പറയുക, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. നീ കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം. എന്തുവാ കാണാത്ത കാര്യം? എന്തുവാ കാണാത്ത കാര്യം? ഈ ലോകത്തിലുള്ളതെല്ലാം നീ കണ്ടതേ ഉള്ളൂ. ആണോ? വീട് കണ്ടിട്ടില്ലേ? കാറ് കണ്ടിട്ടില്ലേ? പണം കണ്ടിട്ടില്ലേ? നന്മകൾ കണ്ടിട്ടില്ലേ? അനുഗ്രഹങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം, കാണാത്തതായി ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയോ? എന്തുവാ? ആ നിത്യതയാ നമ്മൾ കണ്ടിട്ടില്ലാത്ത. ഈ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് അവർ ചിലത് വിട്ടു. അവർ നിരൂപിച്ചാൽ അവർക്ക് വേണമെങ്കിൽ തിരികെ പോകാമായിരുന്നു. പക്ഷേ അബ്രഹാം കാണാത്തതിന് വേണ്ടി ആകാംക്ഷയോടെ അവൻ കാത്തിരുന്നു. അവൻ കാത്തിരുന്നത് അവന്റെ വാഗ്ദത്ത നിവർത്തിയുടെ ഒരു തലമുറയ്ക്ക് കിട്ടുമെന്നുള്ള അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പല്ല. ദൈവം എനിക്ക് ഈ ദേശത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നീ കാൽ ചവിട്ടുന്ന ദേശം നിനക്ക് അവകാശമാക്കി തരും. നീ തല ഉയർത്തി നോക്കുക, പട്ടണങ്ങളെ നിനക്ക് അവകാശമാക്കി തരും. ഇതിലേക്കുള്ള നോട്ടമല്ലായിരുന്നു അബ്രഹാമിൻ്റെത്. അബ്രഹാമിന്റെ നോട്ടം താൻ കാണാത്ത ഒരു ജെറുസലേം തന്റെ മുമ്പിൽ വെളിപ്പെടുവാനുണ്ട്. താൻ കാണാത്തൊരു പട്ടണം തനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാനുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നേ, അവൻ ഈ ലോകത്തിൽ പ്രഭുവായിരുന്നിട്ടും ഈ ലോകത്തിൽ ഒരു കൊട്ടാരം സ്ഥാപിക്കുന്നതിന് പകരം അബ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു പുത്തനാം ജെറുസലേം ഉണ്ട്, അതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ ഒന്നാമതായി പറയാം, വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടി നിന്റെ രോഗസൗഖ്യമല്ല, നിന്റെ ഭൗതിക നന്മയല്ല. ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ, കാരണം നിത്യജീവനാണ്. അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറഞ്ഞേ, നിത്യജീവനാണ്. ഇതാണ് ആർക്കും തരാൻ പറ്റാത്തത്, ലോകത്തിലെ ഒരു ശക്തിക്കും തരാൻ കഴിയാത്തത്, ശാസ്ത്രജ്ഞന്മാർക്ക് തരാൻ കഴിയാത്തത്, പണ്ഡിതന്മാർക്ക് തരാൻ കഴിയാത്തത്, ഈ ലോകത്തിലെ പല ഹല്ലേലൂയ മാനുഷിക ശക്തികൾക്കും പൈശാചിക ശക്തികൾക്കും നിനക്ക് തരാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ, അത് നിത്യജീവനാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് വചനം പറയുന്നേ, കർത്താവേ, പത്രോസേ നീ എന്താ വിട്ടുപോകാത്തെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ നിന്നിലല്ലോ നിത്യജീവന്റെ മൊഴികൾ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. നിനക്ക് ഈ ലോകത്തിൽ പലതും തരാൻ പലരും ഉണ്ടാകും. നിനക്ക് വേണമെങ്കിൽ വീട് വെച്ച് തരാൻ ആൾക്കാരുണ്ടാകും, നിന്റെ കടഭാരം മാറ്റിത്തരാൻ ആൾക്കാർ കാണും, നിന്റെ മക്കളെ കെട്ടിച്ചുവിടാൻ ചിലപ്പോൾ ആൾക്കാർ കാണും, പലരും സഹായിക്കാൻ ആൾക്കാർ കാണും. ഈ ലോകത്തിൽ ഒരുപക്ഷെ ചോദിച്ചാൽ എന്തും തരാൻ ഇന്ന് ലോകം റെഡിയായിരിക്കാം, ഗവൺമെന്റ് റെഡിയായിരിക്കാം, ഈ ലോകത്തിൽ എന്തും തരാൻ ഇന്നത്തെ സയന്റിസ്റ്റുകൾ റെഡിയായിരിക്കാം. പക്ഷേ അതിനപ്പുറം ഒന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന് തരാൻ കഴിയാത്ത ഒന്ന്,
ലോക ശക്തികൾക്ക് തരാൻ കഴിയാത്ത ഒന്ന്, പൈശാചിക മണ്ഡലങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒന്ന്, ലോക ദൈവങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒന്നുണ്ട്. അതൊരുവന്റെ പക്കലേ ഉള്ളൂ. അത് നസ്രായനായ യേശു ക്രിസ്തുവിന് മാത്രം. അതുകൊണ്ടാ പറഞ്ഞ, നിന്റെ പക്കൽ നിത്യ ജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും? കരങ്ങൾ അടിച്ച് നല്ല കർത്താവിനെ. ഈ പ്രഭാതത്തിൽ നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് യേശു എനിക്ക് വേണ്ടി ഇന്ന നന്മ ചെയ്തു, ഇന്ന വിടുതൽ നൽകി, ഇന്ന സൗഖ്യം എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പിൻപറ്റുന്നു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ചിലരോട് പറയുമ്പോൾ പറയും, യേശു എനിക്ക് എന്തുകൊണ്ടാ സഹോദര നീ യേശുവിനെ പിൻപറ്റുന്നേ? അവർ പറയും, എൻ്റെ ക്യാൻസർ സൗഖ്യമാക്കി, എൻ്റെ കടബാധ്യത അവൻ മാറ്റി, എന്നെ വിടുവിച്ചു, അതുകൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കും. അത് മണ്ടത്തരമാണ്, റോങ് ആൻസറാണ്. അതായിരിക്കാം നിന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. അതായിരിക്കാം നിന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ ഇന്ന് നീ വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ല. പറഞ്ഞേ, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ല. കടഭാരം മാറിയത് എന്നെ യേശുവിലേക്ക് നയിക്കാൻ വഴിയാക്കിയെങ്കിൽ ഇന്ന് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് അവൻ ഇനിയും എൻ്റെ കടഭാരം മാറ്റുമെന്നുള്ള വിശ്വാസമല്ല. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഒന്നെനിക്ക് പിടികിട്ടി. ആർക്കും തരാൻ കഴിയാത്ത ഒന്ന് തരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുവനെയാണ്, ഒരുവന്റെ അടുക്കലാണ് ഞാൻ എത്തിച്ചേർന്നത്. ഹല്ലേലൂയ. ലോകത്തിന് തരാൻ കഴിയാത്ത ഒന്ന് തരാൻ ശക്തനായ ഒരുവന്റെ അടുക്കലാണ് ഞാൻ എത്തിച്ചേർന്നത്. എത്രപേരുടെ അകത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്? യേശു നിനക്ക് ഒന്നാമത് പ്രോമിസ് ചെയ്തത് നിന്റെ വിടുതൽ അല്ല, ലോകപരമായ വിടുതലല്ല. യേശുവിൽ നിന്നുള്ള ഒന്നാമത്തെ പ്രോമിസാണ്, ഞാൻ നിനക്ക് നിത്യജീവനെ അവകാശമാക്കി തരും. ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ. പറഞ്ഞേ, എന്തുവാന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറ. നിന്റെ വീടും കാറും ദൈവം ഈ ലോകത്തിൽ തന്ന നന്മകളെല്ലാം ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീർന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യൻ കെട്ടുകണക്കിന് നോട്ടുകൾ ബാങ്കിലെ ലോക്കറിനകത്ത് വെച്ചിരുന്നു, പ്രമാണങ്ങൾ വെച്ചിരുന്നു. അത് എടുക്കാൻ ചെന്നപ്പോൾ മുഴുവൻ എന്ത് ചെയ്തിരിക്കുക? ഒരു കൂമ്പാരം മാത്രം ചെതല് തിന്നിട്ടിരിക്കുക. വചനം പറയുന്നു, പുഴുവരിക്കുന്നതും ചിതലരിക്കുന്നതുമായ നിന്റെ ഈ ഭൂമിയിലെ നിക്ഷേപമല്ല നീ നോക്കേണ്ടത്, നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ നിക്ഷേപം. പോരാ, നിന്റെ ഷെൽഫിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ചിതലരിച്ചു പോകും, നോട്ടുകെട്ടുകൾ ചിതലരിച്ചു പോകും. നീ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന, ഹല്ലേലൂയ, കുട്ടിയിട്ട് നടക്കുന്ന നിന്റെ ഈ ശരീരം പുഴുവരിച്ചു പോകും. പക്ഷെ നിന്റെ അകത്ത് വ്യാപരിച്ച നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ പോരാ പോരാ പോരാ. എന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, നിന്റെ അകത്ത് സ്വർഗം പകർന്ന ഒരു നിത്യ ജീവനുണ്ട്, സ്വർഗം പകർന്ന ജീവിതമുണ്ട്, സ്വർഗം പകർന്നിരിക്കുന്ന ജീവശ്വാസമുണ്ട്. അതിനെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല.
ഒരു ദുരാത്മ സ്വാധീനങ്ങൾക്കും കഴിയില്ല. ഒരു ശക്തികൾക്കും ഗവൺമെന്റിനോ ലോകത്തിനോ അധികാരികൾക്കോ ആളൊരു പൈശാചിക സ്വാധീനങ്ങൾക്കോ ഒന്നിനും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ, നിന്റെ അകത്തെ ആത്മാവിനെ നഷ്ടമാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇന്ന് പകലിൽ ദൈവകൃപയിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവശക്തിയിൽ ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ആശിക്കുന്നതിന്റെ ഉറപ്പ്. സാധാരണയായിട്ട് നമ്മൾ ഈ ഹല്ലേലൂയ ഇതിനെ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുന്നത് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. നമ്മൾ അതിനെ പ്രൊഫറ്റിക്കലായിട്ട് പറയും, നീ ആശിച്ചോ അതിന് ദൈവം എന്ത് ചെയ്യും? തരും. അത് നിനക്ക് തരും. നീ ആ നന്മ ആഗ്രഹിച്ചോ, ആ വസ്തു ആഗ്രഹിച്ചോ, അന്യൻ കണ്ടവന്റെ ഹല്ലേലൂയ നന്മകൾ ആഗ്രഹിച്ചോ, അതൊക്കെ ദൈവം തരും. അങ്ങനെയല്ല. സ്തോത്രം. സാരി ആഗ്രഹിച്ചോ, ചെരുപ്പ് ആഗ്രഹിച്ചോ, അതൊന്നുമല്ല. സ്തോത്രം. ഇതിനകത്ത് പറയുന്നത് നീ ആശിക്കേണ്ടത് ഒന്നാമത് ഇതൊന്നും തരില്ലെന്നല്ല, ഇതൊക്കെ ബൈ പ്രോഡക്റ്റാണ്. ഇതൊക്കെ പുറകെ വരുന്നതാണ്. ഇത് ഒന്നാമത് നമ്മുടെ അകത്ത് ഒരു റിയൽ വിശ്വാസി എന്ന് പറയുന്നത് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ബോധമാണ് റിയൽ ഫെയ്ത്ത്. ഞാൻ അതിനെ മുറുകെ പിടിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ അതിനെ വീഴാതെ വണ്ണം ഞാൻ അതിനെ എന്തിനെ മുറുകെ പിടിക്കുന്നു എന്നാണ്. അത് ആ നിത്യതയെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്, ഞാൻ പറഞ്ഞു, വിശ്വാസത്തിലേക്ക് വരുന്നതിനുള്ള കാരണങ്ങൾ നമുക്ക് പലതാണ്. ഒരു സൗഖ്യമാകാം, കടബാധ്യത മാറുന്നതാകാം, ഒരു ദർശനമാകാം, ഒരു സുവിശേഷീകരണമാകാം, ഒക്കെയാണ്. പക്ഷെ ഞാൻ അവനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് അവനെ വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, അവനിൽ മാത്രമേ നിത്യജീവനുള്ളൂ. അവനിലൂടെ എനിക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയും. ആ യേശുവിൽ വിശ്വസിച്ചതിലൂടെ എനിക്കൊരു നിത്യതയ്ക്ക് ഞാൻ അവകാശിയായി. ഈ ഉറപ്പെന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നതിനാണ്. അങ്ങനെ ഉറപ്പ് വന്നവനാണ് പിന്നെ എന്ത് വില കൊടുത്തും അതിനെ മുറുകെ പിടിക്കും. സ്വത്രം പറഞ്ഞു. പിന്നെ ആൾക്കാർ നിന്നെ കൂകിയാലോ, കല്ലെറിഞ്ഞാലോ, പരിഹസിച്ചാലോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കാറിത്തുപ്പിയാലോ നിനക്കൊരു വിഷയമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഞാൻ എന്തിനാ അവനെ വിശ്വസിച്ചതെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം പറഞ്ഞു. അപ്പോഴാ കഷ്ടതയോ, പട്ടിണിയോ, വാളോ, പ്രതികൂലമോ, ഞെരുക്കമോ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് എന്തല്ല, എനിക്കൊരു വിഷയമല്ലാതായി മാറുന്നത് എൻ്റെ അകത്തുറപ്പാ. ഞാൻ വിശ്വസിക്കവൻ എൻ്റെ മുമ്പിൽ വെച്ചു നീട്ടിയിരിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ ഒരു നിശ്ചയം എനിക്കുണ്ട്. ഇതെന്റെ അകത്തില്ല. ഇന്ന് പലപ്പോഴും ഒരു 90% ക്രിസ്ത്യാനിയും പറയും, അവരോട് ചോദിച്ചാൽ പറയും, യേശു നല്ലവനാണ്, യേശു എനിക്ക് അത് ചെയ്യുന്നു, എന്നെ നടത്തുന്നു, എന്നെ അങ്ങനെ നടത്തുന്നു. ഇനി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇനി അങ്ങനെയല്ല പറയണ്ടേ.
സഹോദരി, നീ എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചു മറുപടി പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നീ പറയേണ്ടത് എനിക്ക് അതിൻ്റെ മുട്ടുവേദന മാറിയോണ്ട് വിശ്വസിച്ചു എന്നല്ല പറയണ്ടേ. നീ പറയേണ്ടത് ഹല്ലേലൂയ, എൻ്റെ യേശു ക്രിസ്തുവിലൂടെ എനിക്കൊരു നിത്യതയ്ക്ക് ഞാൻ ദൈവം എന്നെ അവകാശിയാക്കി മാറ്റി. ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന നിത്യതയെ മുറുകെ പിടിക്കാൻ ഞാൻ അവനെ പിൻപറ്റുന്നു. പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ നിന്റെ ഹൃദയത്തിനകത്തുള്ള വിശ്വാസം എന്താ? അത് ചഞ്ചലിച്ചു പോകുമോ? ആരെങ്കിലും വന്ന് പറയാ പിന്നെ ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിനകത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഹല്ലേലൂയ എന്തുവാ തകർച്ച. ഇന്ന് പല ക്രൈസ്തവ ഗോളങ്ങളും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ തന്നെയാണ് ഈ നന്മ, ഈ അനുഗ്രഹം, ഈ വിടുതൽ, ഈ ഉയർച്ച, ഇതൊക്കെയാണ് സ്വർഗം. തീർന്നു. നീ പ്രാർത്ഥിച്ച് ഒരു വീടുള്ളവൻ 2 വീടും മേടിച്ചു, ഒരു കാറുള്ളവൻ 2 കാറും മേടിച്ചു. പ്രാർത്ഥിച്ചു വിശ്വാസത്താൽ അത് നേടിക്കോ ഇത് നേടിക്കോ. ഇവിടെ നമ്മൾ സുഖിച്ച് ജീവിക്കുക. ഇത് തെറ്റെന്നല്ല. ഇവിടെ നിനക്ക് സുഖിച്ച് ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും. തരില്ല എന്നല്ല. ദൈവം സാഡിസ്റ്റ് അല്ല. നമ്മളെ എന്ത് ചെയ്യുക? ദണ്ണിപ്പിച്ച് അങ്ങനെയല്ല. ഒരുവന്റെ ഹൃദയത്തിനകത്ത് മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ചാൽ, ഞാൻ പറഞ്ഞു പല ക്രൈസ്തവ ഗോളങ്ങളും ഇങ്ങനെ പഠിപ്പിക്കുന്നത് മതി, ഇതൊക്കെ തന്നെയാണ്, ഇവിടെ തന്നെയാണ് സ്വർഗം, ഇവിടെ എല്ലാം തീർന്നു. അതോടുകൂടി എന്ത് ചെയ്യപ്പെടുകയാണ്? ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നിത്യതയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുകയാണ്. അവന്റെ ഹൃദയത്തിനകത്ത് നന്മകളുടെ പുറകെ ഓടാൻ അവനെ പഠിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിനകത്തൊരു പരാജയം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ, അവൻ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പെറുപെറുത്ത് ഇതാണോ സ്വർഗം, ഇതാണോ ദൈവം, ഈ ദൈവം ഇതാണോ തരുമെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞു പോവുക. പക്ഷെ യഥാർത്ഥമായ വിശ്വാസം ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പറയും, എന്തൊക്കെ കഷ്ടതകൾ വന്നാലും, ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ പോകേണ്ടി വന്നാലും, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, എനിക്ക് ഈ ലോകത്തിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു തമ്പുരാനുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ ജീവന്റെ അവകാശിയാക്കി ദൈവം എന്നെ മാറ്റിയല്ലോ എന്ന വിശ്വാസമാണ്. ഒന്നാമതും നീ മുറുകെ പിടിക്കേണ്ടത്, ഇതിനകത്ത് പറയും ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുകയും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഒരിടത്ത് വിശ്വാസം പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. വിശ്വാസത്താൽ നീ പറഞ്ഞാൽ ഭൂതങ്ങൾ പുറത്താകും. ആ വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ പറയുന്ന വിശ്വാസം എന്തുവാ? വിശ്വാസമാ ദൈവം ഉണ്ട് എന്ന് നീ വിശ്വസിക്കുകയും ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും
എന്ത് പ്രതിഫലമാ? എന്ത് പ്രതിഫലമാ? പ്രതിഫലം എന്ന് കേട്ടപ്പോ എല്ലാരും കൈയടിച്ചു. എന്ത് പ്രതിഫല? പറഞ്ഞേ, എന്തോ പ്രതിഫലം? ഉറക്കെ പറഞ്ഞേ, കേൾക്കുന്നില്ല. കാറെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ എല്ലാരും ചാടി വീണ് പറഞ്ഞേനെ. പറഞ്ഞേ, എന്ത് തരുമെന്നാ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ, പോരാ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടിട്ട് നിന്നെ പിൻപറ്റുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസിന്റെ ചോദ്യത്തിന്റെ മറുപടി, ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി കർത്താവ് പറഞ്ഞു, കിട്ടും. നിനക്ക് എന്ത് കിട്ടും? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ വസ്തുവകകളെ അവകാശമാക്കി തരും. സഹോദരങ്ങളെ വിട്ടു. ഈ വിട്ടു എന്ന് പറഞ്ഞതിന്റെ മറുപടിയാ പറയുന്നത്. എന്തോ കിട്ടും? വീട് കിട്ടും, നിലങ്ങളെ കിട്ടും, സഹോദരങ്ങളെ കിട്ടും, അപ്പന്മാരെ കിട്ടും, അമ്മയെ കിട്ടും, ഇവരെല്ലാരും കിട്ടും നിനക്ക്. എന്നിട്ട് എന്തോ പറഞ്ഞു? എന്നിട്ട് 10:19 അല്ലേ വായിച്ചു. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും. നിന്റെ കയ്യിലിരിപ്പുണ്ട്, കടം കയറി വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയാൽ അതിന് യേശു ഉത്തരവാദിയല്ല. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇത് പറഞ്ഞ എന്താണെന്നറിയോ? യേശുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഗവൺമെന്റ് വന്ന് നിന്റെ വസ്തുവകകളെ പിടിച്ചെടുത്തു. യേശുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിന്നെ ജയിലിൽ അടച്ചു. നീ തിരിച്ചു വന്നപ്പോ നിന്റെ വസ്തുവകകൾ അവിടെ ഇല്ല, വേറെ ആൾക്കാർ കയ്യേറി. അതിനെയാണ് എന്നെ പ്രതി. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? യേശുവിനെ പ്രതി നീ ക്രിസ്ത്യാനിയാണ്, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടി. നിനക്ക് കിട്ടേണ്ട വീട് കിട്ടിയില്ല, ജോലി കിട്ടിയില്ല, നന്മ കിട്ടിയില്ല. ആരെ പ്രതി? നീ പഠിക്കാത്തോണ്ട് കിട്ടാത്തോണ്ടല്ല. കിട്ടിയോ? കർത്താവിനെ പ്രതി. നീ ഒരു ഗ്രാമത്തിൽ വെള്ളം കുടിക്കാൻ ചെന്നു. കഴിഞ്ഞ നോർത്ത് ഇന്ത്യ ട്രിപ്പ് ചെയ്തപ്പോഴത്തെ വലിയൊരു ഫാമിലി മുഴുവൻ അവരുടെ വയലും അവരുടെ നിലങ്ങളും അവരുടെ വീടും എല്ലാം വിട്ടിട്ട് അപ്പൻ, അമ്മ, 3-4 മക്കളുമായിട്ട് അവര് ആന്ധ്രയിലേക്ക് ഓടിപ്പോവുക. പോകുന്ന വഴിയിൽ ഞാൻ താമസിച്ച ചർച്ചിൽ വന്ന് താമസിക്കുക. കഴിച്ചു, എന്തിനാ നിങ്ങളിങ്ങനെ ഓടിപ്പോകുന്നേ? ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്താൽ അത് മേടിക്കാൻ ആളില്ല, അത് ചീഞ്ഞു കിടക്കുക. ഞങ്ങളുടെ വസ്തുവകകളെ, വീട് അവർ പിടിച്ചെടുത്തിരിക്കുക. നിങ്ങൾ ഗവൺമെന്റിനോട്, ഗവൺമെന്റ് ഇത് ചെയ്യുന്നേ. ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആരും കടയിൽ നിന്ന് സാധനങ്ങൾ തരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങൾ ആന്ധ്രയിൽ എവിടെയെങ്കിലും ഓടിപ്പോവുക, അവിടെ ചെന്ന് കൃഷി ചെയ്ത് ആരുടെയെങ്കിലും ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളുള്ള കുടുംബം, ആരുടെയെങ്കിലും വയലിൽ പോയി കൃഷി ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ജീവിക്കാൻ പോവാ. അപ്പൊ നിങ്ങൾ തിരിച്ചു വരില്ലേ? ഇനി ഞങ്ങൾക്ക് അത് ഇല്ല, അത് അവർ അവകാശമാക്കി, അവർ പിടിച്ചെടുത്തു. അവരോടാ പറഞ്ഞത്, നീ എന്നെ പ്രതി നിലങ്ങളെയോ വീടുകളെയോ അപ്പനെയോ അമ്മയെയോ, സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് വല്ലതും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഇത് 100 കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കണ്ട. ഒരു സ്വത്രം പറഞ്ഞേ. യേശുവിനെ പ്രതി നാളെ ഗവൺമെന്റ് വന്ന് നിന്നോട് ആവശ്യപ്പെടും, നീ ക്രിസ്ത്യാനിയാണോ, മതം മാറ്, നീ തിരികെ വാ, അല്ലെങ്കിൽ നിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാ ഞായറാഴ്ച ഇവിടെ വരാൻ ഒരുപക്ഷെ ഞാൻ മാത്രമേ കാണുള്ളൂ.
ഒരു സ്വത്രം പറഞ്ഞേ. എത്ര പേര് കാണുമെന്നറിയില്ല. അപ്പൊ അവിടെ വിട്ടുകൊടുത്തിട്ട് ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നാലും, എനിക്ക് ഈ ലോകത്തിൽ പലതും നഷ്ടപ്പെടേണ്ടി വന്നാലും, എനിക്ക് നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗം എനിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ, ആർക്കും കൈവശമാക്കാൻ കഴിയാത്ത ഒന്ന് അവൻ എനിക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. അതിനെയാ പറഞ്ഞേ, അങ്ങനെ വിട്ടു. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവേ എന്നെ മാനിക്കണമേ, എനിക്ക് 100 മടങ്ങ് മടക്കി തരണമേ എന്നൊക്കെ പറയുമ്പോ ഓർത്തോളണം, എന്ത് നീ വിട്ടു എന്നോർക്കണം. ക്രിസ്തുവിനെ പ്രതി എനിക്കിവിടെ അറിയാം, പലരും ഇതിനകത്ത് വരുമ്പോ അവർ ഭയങ്കര ക്രിസ്ത്യാനികളാണ്, പുറത്ത് അവർ ഭയങ്കര എന്ത് ചെയ്യാ, ഇതിനകത്ത് താഴെ നിന്ന് പൊട്ടുമാറ്റിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അകത്ത് കയറുമ്പോ പൊട്ടില്ല, പുറത്തു പോകുമ്പോ ഒരു പൊട്ടുപോലും മാറ്റാൻ നിനക്ക് പറ്റാത്ത നീയാണ് കർത്താവിനോട്, കർത്താവേ എനിക്ക് വാരിക്കോരി തരണേ, എനിക്ക് അത് തരണേ, ഞാൻ നിനക്ക് വേണ്ടി മഴയത്ത് വണ്ടി ഓടിച്ചു വന്നു, തരണേ, തരും. ഞാൻ ഭയങ്കര കഷ്ടപ്പെടുക കർത്താവേ, കഷ്ടപ്പെടുക, നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? കർത്താവിന് വേണ്ടി ഒരല്പം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത നീ കർത്താവിനോട് പറയാ 100 മടങ്ങ്. കർത്താവിന് വേണ്ടി പോക്കറ്റ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പേഴ്സിനകത്ത് തപ്പുന്നതല്ല 1 രൂപ നോട്ടാ, അത് നിർത്തി, അറിഞ്ഞല്ലേ? സ്തോത്രം പറഞ്ഞേ. കർത്താവ് അകത്തിനെന്ന് പറയാ, എടാ നിനക്ക് ഞാൻ നന്മ ഒന്നും ഏറ്റവും നല്ലതെട്, കൈയിട്ടപ്പോ നല്ലതാ പൊങ്ങി വന്നേ, അപ്പൊ അത് പിന്നെ തിരികെ കുത്തി കയറ്റിയ, സ്തോത്ര കാഴ്ച എടുക്കാൻ വരുന്ന ആള് കാണുന്നതിന് മുമ്പ് കുത്തി തിരികെ വെക്കുക. സ്തോത്രം പറഞ്ഞേ. കർത്താവിന് വേണ്ടി സമയം വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. കർത്താവിന് വേണ്ടി പലതും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വയ്യ. ഞാൻ കർത്താവിനോട് പറയാ 100 മടങ്ങ് അമർത്തി കുരുക്കി തരണേന്ന് പറഞ്ഞ് മടിയും കാണിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു സൈഡിൽ ആൾക്കാർ അവരുടെ സ്ഥലങ്ങളെ വിട്ട്, അവരുടെ ബന്ധങ്ങളെ വിട്ട്, അവർക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞിട്ട്, ഹല്ലേലൂയ, അവർക്ക് വേണമെങ്കിൽ അവരുടെ മധ്യത്തിൽ നടിക്കാം. ഓ, ഞങ്ങൾ ഇന്ന് മുതൽ പള്ളിയിലൊന്നും പോകുന്നില്ലേ. നാളെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 1 ലക്ഷം രൂപ തരാം, വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ 1 ലക്ഷം രൂപ തരാം, നിങ്ങൾ എന്ത് ചെയ്യരുത്, പള്ളി പോരുതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ല, അവര് പറഞ്ഞത് ഒരാഴ്ച പോകാതിരിക്കാൻ പറയാൻ നീ 1 മാസം വരാതിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞ് മിണ്ടുന്നില്ല. അപ്പൊ വിശ്വാസം നമുക്കെല്ലാം, അയ്യോ എനിക്ക് ഭയങ്കര വിശ്വാസമാ യേശുവിനെ ഞാൻ വിശ്വസിച്ചു,
ദൈവം എനിക്ക് അത്ഭുത വഴികളെ തുറന്നു. ആ വിശ്വാസം നല്ലതാ. ഈ മലയോട് മാറി കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞാൽ നടക്കും. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, എനിക്ക് വേണ്ടി നിത്യത ഒരുക്കി തന്ന, എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തു കഴിഞ്ഞു എന്ന്, ദൈവം എനിക്ക് തരാനുള്ളതിൽ ഏറ്റവും വലുത് തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് തരാനുള്ളതിൽ ഏറ്റവും ഫസ്റ്റ് തരാനുള്ള ദൈവം തന്നു. എന്തോ അത് പറഞ്ഞേ, എന്തോ അത്? നിന്റെ പേരൂടെ നിത്യതയുടെ പട്ടികയിൽ എഴുതി. സ്തോത്രം പറഞ്ഞേ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോ നിന്റെ അവകാശം, നിന്റെ സ്വർഗത്തിലെ അവകാശിയായി സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റി. അതുകൊണ്ട് നീ ഇനി ഒന്നും ഇല്ല എന്ന് പറയണ്ട. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതെല്ലാം ഈ ലോകത്തിൽ തീരും. പക്ഷേ നിനക്ക് സ്വർഗത്തിലൊരു അവകാശം സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് നിത്യതയുടെ അവകാശം, നിത്യജീവന്റെ അവകാശം, സ്വർഗരാജ്യത്തിന്റെ അവകാശം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ അതിൻ്റെ കൂടെയാണ് നമ്മുടെ ലൈഫിനകത്ത് ഇത് മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. അതിനെന്താ പറയുന്നത്? ഇതൊക്കെ, ഈ ചവറൊക്കെ. പറഞ്ഞേ, അടുത്തിരിക്കുന്ന എന്നെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചവറൊക്കെ എന്റെ കൂടെ തരും. സ്തോത്രം പറഞ്ഞേ. പക്ഷെ നമ്മൾ പിടിക്കുന്ന ഏതിനാ? പറഞ്ഞേ പറഞ്ഞേ. തുരുമ്പെടുക്കുന്നതും, പറഞ്ഞേ, തുരുമ്പെടുക്കുന്നതും കള്ളൻ. മറ്റേ സ്വർണം തുരുമ്പെടുക്കില്ല, പക്ഷെ ആരെടുക്കും? കള്ളനെടുക്കും. പറഞ്ഞേ, ഒരു സ്വതന്ത്രം പറഞ്ഞേ. പണ്ടൊരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ വീട്ടില് മോഷണം പോയി. പിറ്റേന്ന് പത്രത്തിൽ വന്നു 2 കിലോ സ്വർണം. സ്വതന്ത്രം പഠിപ്പിക്കുന്ന എന്തുവാ? സ്വർണം മലവാ. മറ്റേ ഇതിനകത്ത് ലോക്കറിനകത്ത് 2 കിലോ മലം സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുന്നു. അപ്പൊ റിയൽ നിക്ഷേപം എവിടെയാണെന്നും ബോധമുള്ളവന്റെ ഹൃദയം എവിടെ ഇരിക്കും? പറഞ്ഞേ, മിണ്ടുന്നില്ല ഇന്ന് ആരും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിൽ ഉരുണ്ട് കിടന്നാ പ്രാപിച്ചേ. ഇന്നാണെങ്കിൽ ആർക്കും വേണ്ട. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ഈ ചർച്ചിന്റെ പ്രത്യേകത ഇതാ. ഇന്ന് ഉരുണ്ട, നാളെ നിന്നെ ദൈവം ഉരുട്ടും. റെഡിയാക്കിയിട്ടേ ഉള്ളൂ കാര്യം. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത്, എഫേസ്യ ലേഖനം പറയുന്നു, നീ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്. പറഞ്ഞേ തല ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ ഉയരത്തിലുള്ളത്. നിന്റെ ഹൃദയത്തിനകത്ത് എനിക്കൊരു നിക്ഷേപമുണ്ട്. എവിടെ? പറഞ്ഞേ, സ്വർഗത്തിൽ എനിക്കൊരു നിക്ഷേപമുണ്ട്. എന്റെ റിയൽ നിക്ഷേപം സ്വർഗത്തിലാണ്. എന്റെ പ്രമാണം ഇരിക്കുന്നത് ഷെൽഫിലല്ല. പറഞ്ഞ എവിടെ ഇരിക്കുന്നേ? അവിടെ ഒരു തുരുമ്പും കയറയില്ല, ഒരു കള്ളനും കയറയില്ല, ഒരു പുഴുവും കയറയില്ല. എന്റെ നിക്ഷേപം സ്വർഗത്തിലിരിക്കുന്നു. ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. അപ്പൊ ചോദിക്കും, നമുക്ക് ഈ ഭൂമിയിലൊന്നും വേണ്ടേ? അതിനാ വചനം പറയുന്നത്, എന്ത് ചെയ്യാ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ ചവറൊക്കെയും നമുക്ക് കിട്ടും.
എപ്പോഴും ഉദാഹരണം പറയും. ഇപ്പോഴും ഇനിയിപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഒത്തിരി ഓഫർ വരും. എന്താ ഓഫർ? ലുലു മാളിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഓഫറാണ്. ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു ബക്കറ്റും ഒരു സോപ്പ് പൊടിയും കിട്ടും. അപ്പം ഞാനും രാജുവായിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയി. അപ്പോൾ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു, ചേച്ചി വാഷിംഗ് മെഷീൻ ഉണ്ട്, നിങ്ങൾ പറയുന്ന വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ ബക്കറ്റും സോപ്പ് പൊടിയും തീർന്നുപോയി. അപ്പൊ രാജു പറഞ്ഞു, ചേട്ടാ ബക്കറ്റും സോപ്പ് പൊടി ഇല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വേണ്ട. സ്വത്രം പറഞ്ഞേ, ഞാൻ എന്തിനാ വന്നേ? ഞാൻ ഓഫർ കണ്ടാ വന്നേ. സ്വത്രം പറഞ്ഞേ, എനിക്ക് ആവശ്യമുണ്ട് വാഷിംഗ് മെഷീൻ, പക്ഷെ ഞാൻ വന്നത് എന്ത് കണ്ട? അടുത്ത ആരിന് തൊട്ട് വെച്ച് ഓഫർ കണ്ടാണോ വന്നതെന്ന് ചോദിച്ചേ. ഓഫർ കണ്ട് വന്നവൻ ആദ്യം നോക്കുന്നത് വാഷിംഗ് മെഷീൻ അല്ല, ബക്കറ്റും സോപ്പ് പൊടി ഉണ്ടാന്നാ നോക്കുന്നത്. ഓഫർ കണ്ട് വന്നവൻ ആദ്യം നോക്കുന്നത് മുഴ മാറിയോന്നാ നോക്കുന്നത്, വിടുതലുണ്ടോന്നാ നോക്കുന്നത്. ഞാൻ 3 ആഴ്ച വന്ന് നോക്കും. ചിലർ പറയും, പക്ഷേ ഞാൻ മുടങ്ങാത്ത 7 ആഴ്ച വെള്ളിയാഴ്ച വന്നുകൊണ്ടിരിക്കുക. ഒരത്ഭുതം നടന്നാൽ അപ്പൊ ഓഫർ ഉള്ളടുത്ത് ആള് കൂടും, ഓഫർ തീരുമ്പോ ആള് കുറയും. പക്ഷെ ചില കടകളുണ്ട് ഓഫറൊന്നുമില്ല. നിനക്ക് നല്ലത് വേണോ, വന്ന് മേടിച്ചോ. ഒരു സ്വന്തം പറഞ്ഞേ, നല്ലത് വേണേ വന്ന് മേടിച്ചോ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകലൊരു ഇതിനകത്ത് ഈ വാഷിംഗ് മെഷീൻ മേടിച്ചാൽ നിനക്ക് കിട്ടുന്ന ഫ്രീ ആണ് ഈ നന്മകൾ. ഒരു സ്വത്രം പറഞ്ഞേ. ചിലർക്ക് എന്തും വേണ്ട, യേശു വേണ്ട, എന്തു മതി? സോപ്പ് പൊടി മതി. ഒരു സ്വതം പറഞ്ഞേ. യേശു വേണ്ട, കാറ് മതി. യേശു വേണ്ട, വിടുതൽ മതി. ബ്രദറെ, സ്നാനപ്പെട്, രക്ഷിക്കപ്പെട്, മാനസാന്തരപ്പെട്. അതൊന്നും വേണ്ട, എനിക്ക് വല്ല വിടുതൽ കിട്ടുമെന്ന് നോക്കട്ടെ. നീ ഓഫർ അന്വേഷിച്ച് വന്നവനാ. ഇന്ന് പറ, അടുത്തിരിക്കുന്നവനെ തൊട്ട് പറ, വാഷിംഗ് മെഷീൻ മേടിച്ചോണ്ട് പോകാൻ പറ. ആരെ പിടിച്ചോളണം? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനേ. ഐ നീഡ് യു ലോർഡ്. യേശുവേ, എനിക്ക് അങ്ങേ മതി. ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങയിൽ വിശ്വസിക്കുന്ന എനിക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. അങ്ങയിൽ വിശ്വസിക്കുന്ന എനിക്ക് ഹല്ലേലൂയ ഒരു നിത്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ കവരാൻ ആർക്കും കഴിയില്ല. അതിനെ നിന്നെ നിന്ന് പറിച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ അതിനായി നിന്നെ പിൻപറ്റുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നന്മ ലഭിക്കില്ലെന്നല്ല, അവനെ വിശ്വസിക്കുന്നവർക്ക് സകല നന്മകളും സകല അനുഗ്രഹങ്ങളും നിനക്കുള്ളത് തന്നെയാണ്.
വാഗ്ദത്തങ്ങൾ നിനക്കുള്ളത് തന്നെയാ. പക്ഷെ ഹൃദയത്തിനകത്ത് ഈ വാഗ്ദത്തങ്ങളിലും നന്മകൾക്കകത്തും നീ കുടുങ്ങിക്കിടക്കരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇത് വരും പോകും, വിടുതൽ വരും പോകും. പക്ഷെ എന്തു പോകയല്ല? പറഞ്ഞേ, എന്തു പോകയല്ല? പറഞ്ഞേ പറഞ്ഞേ നിത്യത എന്നാ പേര്. അത് എന്നും എന്നേക്കും ഉള്ളതാണ്. എറ്റേണൽ ലൈഫ്, നിത്യ ജീവൻ. നിനക്ക് കൂടെ ദൈവം തന്നതൊക്കെ നിനക്ക് 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, അല്ലെങ്കിൽ 120 വയസ്സ് വരെ. ചിലർക്ക് 70 എന്ന് പറഞ്ഞപ്പോൾ ജയിച്ചില്ല. എത്ര വയസ്സ് വരെ? നിനക്ക് 150 വയസ്സ് വരെ ജീവിക്കാനുള്ളതാ. പിടികിട്ടുന്നുണ്ടോ? വരുന്ന വസ്ത്രം അല്ലേ? ആരേലും ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയത് ആയിട്ട് ഓർമ്മയുണ്ടോ? അറിയോ? ഉണ്ടോ? ആരും കൊണ്ടുപോയിട്ടില്ല. ഇതെല്ലാം ഇവിടെ താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. അംബാനിക്കും റിലയൻസിനും ഒക്കെ എന്തുണ്ട്? കോടിക്കണക്കിന് ആസ്തിയുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്ത ഒന്ന് പോരാ. അവർ ഈ ലോകത്തിലെ സമ്പന്നരാണ്. ഈ ലോകത്തിലെ എത്ര വർഷത്തെ സമ്പന്നരാ? എത്ര വർഷത്തെ സമ്പന്നരാ? പറഞ്ഞേ, എത്ര വർഷത്തെ? 120. നമ്മളോ? പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ 1000 ആണ്ടിലെ സമ്പന്നരാണ് എന്ന് നീ പിടിച്ച നിത്യജീവന്റെ മൊഴികൾ, നിന്റെ അകത്ത് വ്യാപരിച്ച എറ്റേണിറ്റി, അത് 120 തീരുന്നതല്ല. അത് 1000 ആണ്ടും യേശുവിനോടുകൂടെ നീ വാഴുന്ന 1000 ആണ്ടത്തേക്കും നിനക്ക് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. നീയാണ് സമ്പന്നൻ, നീയാണ് സമ്പന്നൻ, നീയാണ് ഉന്നതൻ. ഓ, കരമടിച്ച് നല്ല കർത്താവിനെ. അതുകൊണ്ട് അതിനെ വിട്ടുകളയാതെ മുറുകെ പിടിക്കുവാൻ ഓർത്തുകൊള്ളുക. അതോടുകൂടി അതോടുകൂടി ഹൃദയത്തിനകത്ത് നമ്മുടെ ചിന്ത നിത്യതയാണ് എങ്കിൽ, ഞാൻ ഇതിൻ്റെ ഒരു സീക്രട്ടോടെ പറയാം. നിങ്ങൾ ഓർക്കുക, എനിക്ക് സമ്പന്നനാകണം, എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ ചോദിച്ച് കർത്താവേ എൻ്റെ കഷ്ടത മാറ്റ്, ബുദ്ധിമുട്ട് മാറ്റ്, പട്ടിണി മാറ്റ്, എനിക്ക് അത് താ, ഇത് താ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെട്ട ചരിത്രമില്ല. കിട്ടുന്നുണ്ടോ? എല്ലാ ആൾക്കാർക്ക് ഒത്തിരി കർത്താവേ എൻ്റെ കടഭാരം മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒറ്റെണ്ണം വിടുതൽ പ്രാപിച്ച ചരിത്രമില്ല. അവരൊരു കടം മാറും, പിന്നെ അടുത്ത കടമാകും, എന്നും ഒരു കടം മാറി കടക്കാരെയായി ജീവിക്കും. പക്ഷെ ഇതൊക്കെ അവിടെ കിടക്കട്ടെ. കർത്താവേ, എനിക്ക് ഏറ്റവും പ്രധാനം നീയാണ്. I need you, Lord. എൻ്റെ ഇമ്പോർട്ടൻസ് നിത്യതയാണ്. നീ എനിക്കൊരു നിത്യത തന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ളൊരു ഉറപ്പ് ഹൃദയത്തിനകത്ത് വരുമ്പോൾ ദൈവത്തിന് പിടികിട്ടി. നിനക്കിപ്പോ ഏറ്റവും വലുത് എന്തുവാ? ഏറ്റവും വലുത്
ഏറ്റവും വലുത് നിത്യതയാണ്. ദൈവത്തിന് അത് പിടികിട്ടിയാൽ നിനക്കൊരു നന്മ തരാൻ ദൈവം മടിക്കുകയില്ല. കാരണം ഒരു നന്മ ലഭിക്കുമ്പോഴും ഞാൻ അതിൽ കുടുങ്ങി പോകില്ല. കോടികൾ നിന്റെ കയ്യിൽ വന്നാലും നിത്യതയെക്കുറിച്ച് നിന്റെ അകത്ത് നല്ല ബോധമുണ്ടെങ്കിൽ നീ പറയും, ആ കോടിയും എൻ്റെ നിത്യതയും കൂടെ വെച്ച് തൂക്കി നോക്കിയാൽ നിത്യത താണിരിക്കും. സ്വത്രം പറഞ്ഞേ, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? അതുകൊണ്ടാണ് യേശു ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതിവിടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പുറത്ത് മഴയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. എനിക്കിനി അടുത്ത വിതരയിൽ ശുശ്രൂഷയ്ക്ക് പോകാനുള്ള സമയമായി. ജനു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ നിലങ്ങളും വസ്തുവകളെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? വിറ്റിട്ട് അവൻ്റെ വീട് ഇതൊക്കെ വിട്ട് ഒരു നിലം മേടിച്ചു. എങ്ങനത്തെ നില? ഒന്നുമില്ല, പുറമേ കാണാൻ ഒന്നുമില്ല. ഇയാളിങ്ങനെ അവിടെ കൃഷിക്കാരനാ. അയാളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിനകത്തൊരു സംഭവം ഇയാൾ കണ്ടെത്തി. ഒരു സ്വത്രം പറഞ്ഞേ, അയാൾ വേറും പാവപ്പെട്ടവനാ, കൃഷിക്കാരനാ. ഇയാള് നേരെ തിരികെ ചെന്ന് വീട്ടുകാരോട് പറഞ്ഞു, എന്ത് ചെയ്തു? വീട് വയ്ക്കാം. എന്തിനാ? അതെനിക്ക് ആ നിലം മേടിക്കണം. ആ വരണ്ട നിലം മേടിച്ചിട്ട് എന്ത് ചെയ്യാന്? അയാൾ പറഞ്ഞു, നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം വഴക്കുണ്ടാക്കിയെങ്കിലും അയാളത് വിറ്റു. സ്വത്രം പറഞ്ഞു. വിറ്റ് ഇത് മേടിക്കുമ്പോ നാട്ടുകാർ മുഴുവൻ കളിയാക്കി. മണ്ടൻ, 2 നില വീട് വിറ്റു, കാറ് വിറ്റു, നന്മകളെല്ലാം വിറ്റിട്ട് ഒരു വെള്ളം കയറുന്ന നശിക്കുന്ന ഒരു വയല് മേടിച്ചു. പക്ഷെ ഇതിങ്ങനെ വിറ്റു. അയാൾ അതിനെ അവകാശമാക്കി. ഈ കളിയാക്കിയവരെല്ലാവരും ഇയാൾ ഇതിനകത്ത് പിന്നെയും കൃഷിക്കാരനാ, കളച്ചോണ്ടൊക്കെ നിൽക്കുക. അപ്പൊ പറയും, ഇയാൾ എന്ത് മണ്ടനാണ്, ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഇത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇയാൾ കിളച്ച് ഇതിങ്ങനെ പൊങ്ങി പുറത്തോട്ട് വന്നു. യേശു പറഞ്ഞ എക്സാമ്പിളാണ്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ലോകത്തിൽ ഒരുപക്ഷെ നീ കൃഷിക്കാരനാകാം. ഈ ലോകത്തിൽ നീ ഒരു നന്മയും പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിയാകാം. ഈ ലോകത്തിൽ പലതും നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷേ നിന്റെ അകത്തൊരു നിക്ഷേപം കിടപ്പുണ്ട്. ദൈവം നിന്റെ അകത്തിട്ടിരിക്കുന്ന ഒരു നിക്ഷേപമുണ്ട്. ഇതൊരു ദിവസം ഉണ്ടല്ലോ, പുറത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങി വരും. നിന്നെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒറ്റപ്പെടുത്തിയവരും ഹല്ലേലൂയ ഭ്രാന്തൻ എന്ന് പറഞ്ഞവരും ഒക്കെ നോക്കി നിൽക്കുമ്പോ നിന്റെ അകത്തെ നിക്ഷേപം പുറത്തേക്ക് വരും. അന്ന് ലോകം പറയും, ഇത് ലോകത്തിന് വിലമതിക്കുവാൻ കഴിയാത്ത നിക്ഷേപം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നിന്നോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നീ മുറുകെ പിടിച്ചിരിക്കുന്നത് ലോകത്തിന് വിലമതിക്കാൻ കഴിയാത്ത ഒന്നിനെയാന്ന് മറന്നു പോകരുത്. നീ പിടിച്ചിരിക്കുന്ന വിശ്വാസം, നീ വിളിക്കുന്ന ദൈവം, നീ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ്, അത് ചുമ്മായല്ല. അത് നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് വലിയൊരു നദിയായും ഒരത്ഭുതമായി ഹല്ലേലൂയ ലോകത്തിൽ പലരും ഹല്ലേലൂയ തീർന്നു പോകുമ്പോ നിന്റെ അകത്തെ നിക്ഷേപം തിളങ്ങി വെളിയിൽ വരും. നീ പുറത്തു വരും. നിന്റെ നന്മ പുറത്തു വരും. നിന്റെ അത്ഭുതം പുറത്തു വരും. നിന്റെ വാഗ്ദത്തം പുറത്തു വരും. ഹല്ലേലൂയ നീ ചിറകടിച്ചുയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ
ഇന്ന് പകലിൽ നീ വിശ്വസിക്കുന്നത് ആരെ എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അവൻ നിന്റെ ഉപനിധി, അവൻ നിന്റെ ആശ്രയം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആരും തളർന്നു പോകരുത്. ഈ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലേലും, ഈ ദൈവം എനിക്ക് എന്തെങ്കിലും തന്നാലും തന്നില്ലേലും, എൻ്റെ അകത്തെ നിക്ഷേപത്തെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. എൻ്റെ ആ മുത്തും പൊങ്ങി പുറത്തു വരുന്നത് പോലെ ദൈവം നിന്റെ നന്മകളെ പുറത്തു കൊണ്ടുവരും, നിന്റെ അനുഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവരും, നിന്റെ അത്ഭുതങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും.